CAA പ്രതിഷേധം കനക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നടന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടത്. CAA പ്രതിഷേധത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം AG's ഓഫീസിന്റെ മതിലിനോട് ചേർന്ന് സ്ഥാപിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ കട്ടൌട്ട്, ഈ കൂറ്റൻ കട്ടൌട്ടിൽ എഴുതിയിരുന്നത് പുതിയ കേരളം മോദിയുടെ ഗ്യാരണ്ടി എന്നതായിരുന്നു. ഈ കൂറ്റൻ കട്ടൌട്ട് കുത്തിക്കീറി നശിപ്പിച്ച ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനം ഭരിക്കുന്നവർ തികഞ്ഞ അരാജവാദികളാണ് എന്ന് വിളിച്ചു പറയുകയാണ് ഈ സംഭവം. അതിന്റെ ഒരു കാഴ്ച തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ കട്ടൌട്ടുകൾ പാതിരാത്രി വലിച്ചുകീറി തെരുവിൽ അഴിഞ്ഞാട്ടം നടത്തുന്നവർ എങ്ങനെയാണ് ജനാധിപത്യ അനുകൂലികളാകുന്നത്? ഒരിക്കലുമില്ല. ജനാധിപത്യപരമായുള്ള സമരമല്ല ഭരിക്കുന്ന കക്ഷിയിൽ നിന്നും കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത്. ഭരിക്കുന്നവർ തന്നെ ക്രമസമാധാനം നേരിട്ട് തകർക്കുന്ന കാഴ്ചകളാണ് ഇതെല്ലാം. എത്ര തന്നെ പ്രതിഷേധം ഉണ്ട് എങ്കിലും ഇന്ത്യയുടെ ഒരു ഭാഗം തന്നെയാണ് കേരളം എങ്കിൽ പാർലമെന്റ് നിയമങ്ങളും ഭരണഘടനയും അനുസരിച്ചേ പറ്റൂ. ഫെഡറൽ സംവിധാനത്തെയും കേന്ദ്ര സർക്കാരിനെയും അംഗീകരിച്ചേ പറ്റൂ. ആ പ്രാഥമിക വിവരം പോലും സംഘടനകൾക്കും പ്രതിഷേധം നടത്തുന്നവർക്കും ഇല്ലാതെ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് ഇതെല്ലാം. പക്ഷെ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാനാകില്ല എന്നതാണ് യഥാർത്ഥ വസ്തുത. അത്രത്തോളം ശക്തമാണ് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ ജുഡീഷ്യറി, ഇന്ത്യൻ പാർലമെന്റ്, ഒപ്പം കേന്ദ്ര സർക്കാർ. ഇങ്ങനെ ഇരിക്കവെയാണ് വെറുതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പാതിരാത്രി പ്രധാനമന്ത്രിയുടെ ചിത്രം വലിച്ചു കീറി തെരുവിൽ അഴിഞ്ഞാട്ടം നടക്കുന്നത്. CAA എതിർക്കുന്നവരെ രോമാഞ്ചം കൊള്ളിക്കാനുള്ള നാടകം തന്നെയാണിത്. ആര് വിചാരിച്ചാലും ഒരു ചുക്കും സംഭവിക്കില്ല എന്നത് അവർക്ക് തന്നെ അറിയാം. പക്ഷെ അവരുടെ പ്രതിഷേധം, അവരുടെ ഒരു ദീനരോധനം, അത് തന്നെയാണ് ഇത്തരം ഈ പ്രവൃത്തികളിലൂടെ ഭരണകക്ഷിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായിരിക്കുന്നത് എന്നത് പറയാതിരിക്കാൻ തരമില്ല. കിട്ടിയില്ല.